നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി എത്രയോ കാര്യങ്ങളുണ്ടാകും. അതൊക്കെ സ്വപ്നമായിട്ട് നമ്മുടെ മനസ്സിൽ കരുതി വച്ചിട്ടുള്ളത്. എന്നാൽ നാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നു. അതൊരു പക്ഷേ നമ്മുടെ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കാം. വർഷങ്ങളായി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഒരു മോഹമായിരിക്കാം. അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടാകാനുള്ള ഒരു സ്വപ്നമായിരിക്കാം. നല്ലൊരു ജോലി ലഭിക്കാൻ, ഒരാളെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാൻ, ലക്ഷങ്ങൾ കടബാധ്യതയുള്ള കടം വീട്ടാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങൾ മാറാൻ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് നടന്നു കിട്ടാൻ കാരണമാകുന്ന നല്ലൊരു അമലുണ്ട്. അത് വിശുദ്ധ ഖുർആനിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്തുമായി ബന്ധപ്പെട്ടതാണ്. ആ സൂറത്ത് എനിക്കും നിങ്ങൾക്കും കാണാതെ അറിയും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളൊക്കെ ഒരു ദിവസം തന്നെ ധാരാളം സമയങ്ങളിലായിട്ട് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഓതാറുള്ളതാണ്. നിസ്കാരത്തിൽ ഓതാറുള്ളവരുണ്ട്, അത് ധാരാളം സമയങ്ങളിലായിട്ട് തവണകളായിട്ട് ഓതുന്നവരുണ്ട്. നമുക്കൊക്കെ കാണാതെ അറിയുന്ന വളരെ സവിശേഷമേറിയ ആ സൂറത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ചില അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ നേടിയെടുക്കേണ്ടത്, അതിനു വേണ്ടി ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു അമൽ ചെയ്തു നോക്കുക. തീർച്ചയായും അത് നടന്നിരിക്കും ബിഇദ്നില്ലാഹി തആല. കാരണം ഈ സൂറത്ത് അത്രമേൽ പവിത്രമേറിയതാണ്. മഹാന്മാർ സ്വാലിഹീങ്ങൾ കൃത്യമായി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ്. നമുക്ക് ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ ഫലം ലഭിക്കുന്നുള്ളത് ഉറപ്പാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ അത് തുറന്നു തരും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയുള്ള ആ അമലുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നതുകൊണ്ട് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥലം അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അങ്ങനെ വരരുത്. നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. വാട്സപ്പിൻ്റെ നമ്പറിൽ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ സ്റ്റാറ്റസൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഈ ലിങ്കിൽ, ഇൻസ്റ്റയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ വളരെ സവിശേഷമേറിയ ഒരു സൂറത്താണ്, നമുക്കറിയാം. ഈ സൂറത്ത് കൊണ്ടുള്ള അമൽ നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ സവിശേഷമേറിയ ഒരു സൂറത്താണ്. പരിശുദ്ധ ഖുർആനിനെ 3 ഭാഗമായി തിരിക്കുമ്പോൾ അവയിലൊന്നിൻ്റെ മഹത്വഫലവും പ്രാധാന്യവുമുള്ള പുണ്യ അധ്യായമായാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിൻ്റെ മഹാത്മ്യത്തെ തൊട്ടറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഈ ഒരു വാക്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തഫ്സീറിൻ്റെ കിതാബുകളിൽ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സൂറത്തിനെ വിശദീകരിച്ച്, ഈ സൂറത്തിൻ്റെ ആയത്തുകളെ വിശദീകരിച്ച് ധാരാളം പേജുകൾ എഴുതി, ആയിരക്കണക്കിന് പേജുകൾ എഴുതി. അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ആ എഴുതിയ കൂട്ടത്തിൽ ചില മുഫസ്സിർ മീൻസ് ചില ഖുർആൻ പണ്ഡിതർ, ഖുർആൻ വിശദീകരിക്കുന്ന വ്യാഖ്യാതാക്കൾ ഇതിനെ വിശദീകരിച്ച് എഴുതിയിടത്ത് ചില അമലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം, ഇങ്ങനെ ചെയ്താൽ ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ മക്കളുണ്ടാകാനുള്ള അമൽ പറഞ്ഞതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത് കൃത്യമായിട്ട് വിശദീകരിക്കും. നിങ്ങളിത് കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 7 ആകാശഭൂമികളെ സ്ഥാപിക്കപ്പെട്ട അധ്യായം എന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. മഹാനരായ ഷെയ്ഖ് സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, സൂറത്തുൽ അസാസ് എന്ന് ഈ സൂറത്തിന് പേരുണ്ട്. എന്തുകൊണ്ടാണ് സൂറത്തുൽ അസാസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനശിലയായ സൂറത്ത്. എന്തുകൊണ്ടാണ് ഈ പേര് സൂറത്തുൽ ഇഖ്ലാസിന് പേര് വരാനുള്ള കാരണം എന്നറിയോ? 7 ആകാശങ്ങളെയും 7 ഭൂമികളെയും ഈ മഹത്തായ അധ്യായത്തിൻ്റെ ഉൾസാരത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണമെന്ന് ഹാഷിയത്തുൽ ജമൽ ഉൾപ്പെടെയുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും സൂറത്തുൽ ഇഖ്ലാസിന് ഒരുപാട് പേരുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ അസാസ് എന്നുള്ള പേര് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ആ വിവരം നിങ്ങൾ, പുതിയ പേര് നിങ്ങൾ പഠിച്ചത് താഴെ എഴുതി അറിയിക്കുക. സൂറത്തുൽ അസാസ് സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്ന് പറഞ്ഞ് എഴുതി അറിയിക്കുക. അത് മറ്റുള്ളവർ വായിക്കുമ്പോൾ അവർക്കൊരു പുതിയ അറിവ് ലഭിക്കും. ഈ പ്രപഞ്ചം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെ പ്രതിനിധീകരിക്കുകയും അതിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു, അല്ലേ? ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഈ സൂറത്തും അങ്ങനെ തന്നെയാണ്. അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ, അള്ളാഹു ഒരുവനാണ് എന്നതിനെ കൃത്യമായി സമർത്ഥിക്കുന്ന, തൗഹീദിൻ്റെ മേൽ അറിയിക്കുന്ന, വഹ്ദാനിയത്തിൻ്റെ മേൽ അറിയിക്കുന്ന അതിവിശിഷ്ടമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനരായ അല്ലാമ ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പ്രവേശിക്കുകയും, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പ്രവേശിക്കുക, അങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുക. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പ്രവേശിച്ചിട്ട് 4 റക്അത്ത് നിസ്കരിക്കണം. ആ 4 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഓതേണ്ട ചില രൂപങ്ങൾ പറയുന്നുണ്ട്. സുന്നത്ത് നിസ്കാരമാണ്. ആ സുന്നത്ത് നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 50 തവണ വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. 4ാമത്തെ റക്അത്തിൽ, 4 റക്അത്തിൽ അങ്ങനെ ഓതുമ്പോൾ 200 സൂറത്തുൽ ഇഖ്ലാസ് പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ച ദിവസത്തിൽ 4 റക്അത്ത് പള്ളിയിൽ പ്രവേശിച്ച ഉടനെ സുന്നത്ത് നിസ്കരിക്കുക. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 50 തവണ ഓതുക. 3ാമത്തെ റക്അത്തിലും 4ാമത്തെ റക്അത്തിലും 50 തവണ വീതം വെച്ച് ഓതുമ്പോൾ 4 റക്അത്തുകളും കൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് പൂർത്തീകരിക്കപ്പെടുന്നു. ഇങ്ങനെ നിർവഹിച്ച ആ വ്യക്തി മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇരിപ്പിടവും പദവിയും കാണിച്ചു കൊടുക്കുമെന്ന് തഫ്സീറുൽ ഖുർത്തുബിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തഫ്സീറുൽ ഖുർത്തുബിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ഈ അമൽ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സകങ്ങളിൽ ഇത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം അമൽ ചെയ്തതിൻ്റെ പ്രതിഫലം സ്വർഗത്തിലും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉന്നതമായ സ്ഥാനവും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടത്തിനെ കുറിച്ച് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങളിങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇങ്ങനെ തബൂക്കിലായിരുന്ന സന്ദർഭം. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 70,000 മലക്കുകളുടെ മയ്യത്ത് നിസ്കാരം കിട്ടാൻ കാരണമായി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തത്. നിങ്ങൾക്കൊക്കെ ഇതറിയാവുന്നതാണ്. ഞങ്ങളിങ്ങനെ മുത്തുനബി തങ്ങളോടുകൂടെ തബൂക്കിലായിരുന്ന സമയം, ആ സമയം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സാധാരണ വെളുത്ത പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സൂര്യകിരണം നന്നായിട്ട് പ്രകാശം പരത്തിയിരുന്നു, വെളിച്ചം പരത്തിയിരുന്നു. അങ്ങനെയാണ് എല്ലാ ദിവസവും അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ പതിവിൽ നിന്നും വ്യത്യസ്തമായി സൂര്യൻ ഉദിച്ച സമയത്ത് പ്രകാശം വളരെ കുറഞ്ഞിരിക്കുന്നു. അത് മങ്ങിയ നിലയിലാണ് കാണുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഇതെന്തു പറ്റിപ്പോയി? പതിവിൽ നിന്നും വിപരീതമായിട്ട് എന്തുകൊണ്ടാണ് പ്രകാശം ഇങ്ങനെ മങ്ങിക്കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, മദീനയിൽ മുആവിയ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു സ്വഹാബി വഫാത്തായിരിക്കുന്നു. അള്ളാഹു 70,000 മലക്കുകളെ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനും വേണ്ടി ഭൂമിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നു. ഇതിൻ്റെ വിശാലമായൊരു ഹദീസ് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ചെറിയ രൂപത്തിൽ പറയുന്നേ ഉള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും നമ്മൾ മുമ്പ് വിശദീകരിച്ചത്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനൊരു മഹത്വം മുആവിയ റളിയല്ലാഹു അൻഹു കിട്ടാനുള്ള കാരണം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹം രാത്രിയിലും പകലിലും നൃത്തത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും സൂറത്തുൽ ഇഖ്ലാസ് വർദ്ധിപ്പിക്കുന്നവരായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ വലിയ ആവേശമാണ്. സൂറത്തുൽ ഇഖ്ലാസ് വർദ്ധിപ്പിച്ച കാരണം കൊണ്ട് ലഭിച്ച ഗുണം ഇങ്ങനെയാണെങ്കിൽ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സൂറത്തുൽ ഇഖ്ലാസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്, സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും
സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഇഷ്ടപ്പെടുന്നു, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്ന് പലരും ഇതിന് താഴെ എഴുതി അറിയിക്കുന്നത് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ ഒരു സ്വഹാബി വര്യനോട് ചോദിച്ചു, ഈ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതിയിട്ട് നിസ്കരിക്കുന്ന ഒരാൾ, ഹബീബായ തങ്ങളോട് മുമ്പിൽ കാരണം പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ആ സ്വഹാബി വര്യൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നത് സ്വർഗത്തിലേക്ക് എത്താൻ വരെ കാരണമാകും ആ ഇഷ്ടം എന്നുള്ള കാര്യം മാത്രം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ വീഡിയോ കണ്ടതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എല്ലാവരും എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണെന്ന് പലരും എഴുതി അറിയിക്കുന്നു. ആ ഇഷ്ടം നമ്മളെയൊക്കെ സ്വർഗത്തിലെത്തിക്കട്ടെ. എനിക്കും സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമാണ്. നമുക്കൊക്കെ ധാരാളം അത് ഓതാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വഹാബി വര്യന് തബൂക്കിലായിരുന്ന സമയത്ത് സൂര്യൻ പ്രകാശകിരണങ്ങൾ കുറച്ച് കാണപ്പെടുകയും അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും രാത്രിയിലും പകലിലും സമയവ്യത്യാസമില്ലാതെ എങ്ങനെ ഓതിയപ്പോൾ വഫാത്തായി പോയപ്പോൾ 70,000 മലക്കുകളെ സ്പെഷ്യലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ട് ദുആ ചെയ്യാനും മയ്യത്ത് നിസ്കരിക്കാനും ഏൽപ്പിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയൊക്കെ ചെയ്തത് മുമ്പ് നാം വിശദീകരിച്ചതാണ്. ആ ഒരു മഹത്വം എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്കൊക്കെ ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും ആത്മീയമായ പ്രതിസന്ധി, ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ എല്ലാ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ സൂറത്തുൽ ഇഖ്ലാസ് മതിയാകുന്നതാണ്. ഖുർആനിൻ്റെ 1/3 അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ഭൗതിക പ്രയാസങ്ങളെല്ലാം അത് മഞ്ഞുപോലെ ഉരുകെത്തിയാനുള്ള അത്ഭുത പ്രതിഭാസമാണ്. മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിലും എല്ലാ ഭൗതിക പ്രയാസങ്ങളും നിസ്സാരമായി തീരും. ഭൗതിക പ്രയാസങ്ങൾ വഴി മാനസികമായ സമ്മർദ്ദവും നിത്യദുഃഖവും വിഷാദരോഗവുമെല്ലാം ഇന്ന് നമുക്കിടയിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്നതാണ്. ഇങ്ങനെയുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷന്, ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, ഹമ്മ് നമുക്കൊരിക്കലും സമാധാനം കിട്ടാതിരിക്കുന്നത്, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പതിവാക്കിയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് നിത്യവും പാരായണം ചെയ്യുക. ഇരുട്ടാവുന്ന ഖബറിൽ വെളിച്ചമായി നിലനിൽക്കാൻ സൂറത്തുൽ ഇഖ്ലാസ് നമ്മെ സഹായിക്കുമെന്ന് തീർച്ചയാണ്. വലിയ മഹാന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ അറബി വാചകങ്ങളൊന്നും വായിച്ച് അതിൻ്റെ ആശയങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. സാധാരണക്കാരാണ് ഇത് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് ഖബറിൽ ഇരുണ്ട ഭീകരാന്തരീക്ഷം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ഹോൾസ് പോലും ഉണ്ടാകൂല. എന്താണ് അവിടുത്തെ അവസ്ഥ? ഏകാന്തമായി കിടക്കുകയല്ല. ശക്തമായ മഴയിലും ശക്തമായ വെയിലിലും കൂരിരുട്ടിലും ഞാനും നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടതാണ്. ആരും തുണയുണ്ടാകൂല. അവിടെയൊക്കെ തുണയുണ്ടാകുന്നത് നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. ഈ കേട്ടത് സൽക്കർമ്മമാണല്ലേ? സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് തുണയാകുമെന്ന് മഹാന്മാർ പറയുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയുള്ള ഇരുട്ടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സൂറത്തുൽ ഇഖ്ലാസ് കാരണമാകും. അപ്പോൾ ഖബറിൽ നമുക്ക് വെളിച്ചം നൽകുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇനി നോക്കൂ, എല്ലാ ഉപദ്രവങ്ങളും തടയപ്പെടുന്ന ഒരു രൂപമുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ വെള്ളിയാഴ്ച 4 റക്അത്തായി ളുഹാ നിസ്കരിക്കുകയും ഓരോ റക്അത്തിലും 10 വീതം ഫാത്തിഹ, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ, ആയത്തുൽ കുർസി ഇവ ഓതണം. 10 പ്രാവശ്യം ഇവകളൊക്കെ ഓതണം. അതിനുശേഷം സലാം വീട്ടിയിട്ട് 70 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് ചൊല്ലണം. അങ്ങനെ 70 തവണ അത് ചൊല്ലിയതിൻ്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലണം. അത് ഒരു തവണയാണ് ചൊല്ലേണ്ടത്. അത് ചൊല്ലിയ ശേഷം 70 തവണ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ചൊല്ലണം, ഒരു തവണയല്ല. അങ്ങനെ ചൊല്ലിയാൽ ആ ചൊല്ലിയ വ്യക്തി
ആകാശഭൂമികളിലുള്ള ഒരു ഷർറുകളെ തൊട്ടും ഏതു ഷർറുകളെ തൊട്ടും അവന് കാവൽ നൽകപ്പെടും. മനുഷ്യ ജിന്നുകളുടെ ശൈത്വാനീയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവനെ തടയപ്പെടും. ബിഗയിൽ ഈ വിഷയം കാണാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസ് ഉൾപ്പെടെയുള്ള ചില പ്രത്യേക സൂറത്തുകൾ അത് ഓരോ റക്അത്തിലും 10 തവണ വീതം വെച്ചാണ് ഓതേണ്ടത്. വെള്ളിയാഴ്ച സൂറത്തുൽ ളുഹാ നിസ്കരിക്കുന്ന സമയത്ത് 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ വിചാരിക്കും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, അങ്ങനെ ഓതുമ്പോൾ കുറേ സമയം എടുക്കൂലെന്ന്. ഇല്ല, അധികം സമയമെടുക്കൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടത് മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മുമ്പ് വലതുഭാഗം ചെരിഞ്ഞു കിടന്ന് 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവനെക്കുറിച്ച് പറയപ്പെടും. ഏതുപോലെ എന്നറിയണോ? എൻ്റെ അടിമയെ, നീ വലതുഭാഗത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് സൂറത്തുൽ ഇഖ്ലാസ് കിടന്നുറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് 100 തവണ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ അല്ലാഹു നൽകുന്ന സന്തോഷമാണ്. എൻ്റെ അടിമയെ, നീ വലതുഭാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് പറയും. അള്ളാഹുവിന് നിന്നും ഇരുന്നും കിടന്നും ദിക്റ് ചൊല്ലൽ സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ നടക്കുമ്പോൾ ചൊല്ലുന്നു, ഇരിക്കുമ്പോൾ ചൊല്ലുന്നു, കിടക്കുമ്പോൾ ചൊല്ലുന്നു, ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു സത്യവിശ്വാസിയുടെ മുഅ്മിനിൻ്റെ ലക്ഷണമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ ഒരു വലിയ പ്രായമുള്ള കാര്യപ്പെട്ട ആലിമൊന്നുമല്ല, പണ്ഡിതനൊന്നുമല്ല, ഇൽമടിച്ചിട്ടൊന്നുമില്ല, എന്നാൽ ആബിദാണ്. ആബിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്തൊക്കെ ചെയ്ത് ജീവിക്കുന്ന, സുന്നത്ത് നിസ്കാരങ്ങളും ഫർദ് നിസ്കാരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്ന ഒരു ആബിദായ മനുഷ്യനാണ്. അയാൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അയാളെ കാണുമ്പോൾ അയാളിങ്ങനെ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കിടക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. നടക്കുന്ന സമയത്തും അയാളുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. എന്നാൽ അതൊരു മുഅ്മിനിൻ്റെ ലക്ഷണമായിട്ടാണ് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്ക് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്, ഒരാൾ ഇഖ്ലാസ് 10 തവണ ചൊല്ലിയാൽ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു കൊട്ടാരം പണിയും. 20 തവണ ചൊല്ലിയാൽ 2 കൊട്ടാരം അള്ളാഹു നിർമ്മിക്കും. 30 തവണ ചൊല്ലിയാൽ 3 കൊട്ടാരങ്ങൾ അള്ളാഹു നൽകും. ഈ സമയത്ത് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, കൊട്ടാരം ചൊല്ലുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അതിനേക്കാളും വിശാലതയുള്ളവനാണ്. നിങ്ങളിങ്ങനെ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സ്വർഗത്തിലുള്ള കൊട്ടാരങ്ങൾ വിശാലമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിശാലത നൽകുന്നവനാണ്. 7 ആകാശവും 7 ഭൂമിയും മറികടക്കുന്ന വ്യാപ്തിയുള്ള അതിവിശാലമായ സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ആവശ്യമായ എത്ര കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ അനായാസകരവും പ്രയാസരഹിതവും വളരെ എളുപ്പവും അള്ളാഹുവിന് തൃപ്തിയുള്ളതുമായ കാര്യമാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംശയമാണ്, ഒരാളിങ്ങനെ 1000 ഇഖ്ലാസ് ചൊല്ലിയാൽ ഒരാൾക്ക് തന്നെ 1000 കൊട്ടാരം ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ 1000 ഇഖ്ലാസുകൾ ചൊല്ലുമ്പോൾ നടക്കാൻ കഴിയുമോ? പിന്നെ സ്വർഗത്തിൽ മുഴുവൻ കൊട്ടാരങ്ങളെ കൊണ്ട് നിറയൂലേ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞതാണ്, 7 ആകാശഭൂമികൾ, സപ്താകാശങ്ങൾ, സപ്തഭൂമികൾ, ഇതെല്ലാം മറികടക്കുന്ന വ്യാപ്തിയുള്ള അതിവിശാലമായ സ്വർഗത്തിൽ ഓരോ വിശ്വാസിക്കും അവരവർ ചെയ്ത മഹത്വം എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടത്, എന്താണോ അതിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു വാഗ്ദാനം ചെയ്തത്, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, നമുക്ക് നല്ല ഇസ്സത്ത് ഉണ്ടാകാൻ, നല്ല അഭിമാനമുണ്ടാകാൻ സ്വലാത്തുൽ കിഫായ
കിഫായത്തിൻ്റെ നിസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. ഓരോ റക്അത്തിലും ഫാത്തിഹയുടെ ശേഷം 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അതിനുശേഷം 50 തവണ 50 ടൈംസ് 50 തവണ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലണം. അതിനുശേഷം സലാം വീട്ടിയ ഉടനെ ഒരു ദുആ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ എഴുതി തയ്യാറാക്കിയിട്ടില്ല. ഈ ഒരു അമൽ ചെയ്യുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് കുറേയൊക്കെ സൂറത്തുൽ ഇഖ്ലാസുമായൊക്കെ ബന്ധപ്പെട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെയല്ലേ ചെയ്യുക. അപ്പോൾ ഈ ദുആ ചോദിച്ചാൽ ഞാനത് അയച്ചു തരുന്നുണ്ട്. യാ അല്ലാഹു യാ റഹ്മാൻ യാ മന്നാൻ യാ ഹന്നാൻ യാ മുസ്തജീബൻ ബികുല്ലി ലിസാൻ യാ മൻ യദാഹു ബിൽ ഖൈരി മബ്സൂതതൻ യാ കാഫി മുഹമ്മദനിൽ അഹ്സാബ് വയാ കാഫി ഇബ്രാഹിം അലൈഹിസ്സലാം അന്നീറാൻ വയാ കാഫി മൂസ വഫിർഔൻ വയാ കാഫി മൂസ ഫിർഔന വയാ കാഫി ഈസ അലൈഹിസ്സലാം അൽ ജബാബിറ വയാ കാഫി നൂഹൻ അലൈഹിസ്സലാം അൽ ഗർഖ വയാ കാഫി ലൂത്തൻ അലൈഹിസ്സലാം ഫുഹ്ഷ ഖൗമിഹി വയാ കാഫി മിൻ കുല്ലി ഷൈഇൻ വയാ കാഫി മിൻഹു ഷൈഇ വയാ കാഫി ആയിഷത റളിയല്ലാഹു അൻഹാ വആസിയത റളിയല്ലാഹു അൻഹാ വക്ഫിനി അളീമൽ ബലാഇ മിൻ കുല്ലി ഷൈഇൻ ഹത്താ ലാ അഖാഫ് വലാ അഖ്ഷാ മഅ ഇസ്മിക്കൽ അലീം അൽ അഅളം ഷൈഅ എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ഈ ഒരു ദുആ അതിനുശേഷം ദുആ ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയായും അവൻ്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. അവന് നല്ല ഇസ്സത്തുള്ള ജീവിതമുണ്ടാകും. അവൻ്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. അവന് നല്ല ഇസ്സത്തുള്ള ജീവിതമുണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സ്വലാത്തുൽ കിഫായ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ദുആ വളരെ എളുപ്പമുള്ള ദുആ ആണ്, നല്ല അർത്ഥവത്തായ ദുആ ആണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന എത്രയോ അമലുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതു പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ അമലുകൾ. നിങ്ങൾ നോക്കൂ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 10-20 വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ദമ്പതികൾ. അവർക്കൊക്കെ മക്കൾ ലഭിക്കാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ ഒരു അമല് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഒരാൾ ഏതു പ്രയാസകരമായ സാഹചര്യത്തിലും ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി വുളൂ ചെയ്ത് ആരാരുമില്ലാത്ത സ്ഥലത്തിരുന്ന് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. 4 റക്അത്തും ഒരൊറ്റ സലാം കൊണ്ടാണ് പൂർത്തീകരിക്കേണ്ടത്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 10 തവണയും 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 20 തവണയും 3ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 30 തവണയും 4ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 40 തവണയും സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. നിസ്കാരത്തിൽ നിന്നും വിരമിച്ച ശേഷം മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അന്യസംസാരങ്ങളും ഭൗതികമായ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ സൂറത്തുൽ ഇഖ്ലാസ്, സ്വലാത്ത്, ഇസ്തിഗ്ഫാർ ഇതൊക്കെ 50 തവണ ചൊല്ലുകയും വേണം. അതിനുശേഷം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുന്ന ദിക്ർ ചൊല്ലുകയും വേണം. എന്നിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമുക്കറിയുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ ദുആ ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. പ്രത്യേകിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ നല്ല മക്കളുണ്ടാകണം എന്നുള്ള രൂപത്തിൽ ആത്മാർത്ഥമായി ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഫലം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. അത് ഫലിക്കും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണല്ലേ. പലരും നമ്മെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നമുക്ക് വേണ്ടി ക്ഷുദ്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അമലാണ്
എന്താണെന്നറിയോ? ഏതു നിലയിലും നമ്മുടെ ശത്രുക്കൾ പരാജയപ്പെടണമെങ്കിൽ വുളൂഇൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെയും, അപ്പോൾ വുളൂഇൻ്റെയും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ശേഷം, അപ്പോൾ വുളൂ എടുക്കണം, കാമിലായ വുളൂ എടുക്കണം. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിനുശേഷം ആരുമില്ലാത്ത ഏകാന്തമായ സ്ഥലത്തിരുന്ന് 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അതൊരൊറ്റ ഇരുത്തത്തിലൊന്നും ചെയ്യാൻ കഴിയാത്തവരാണ് പലപ്പോഴും. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് അപ്പോൾ തുടങ്ങിയിട്ട് ചൊല്ലിത്തുടങ്ങുക, പിന്നീട് അത് പൂർത്തീകരിക്കുക. അങ്ങനെ ചൊല്ലിയിട്ട് 100 തവണ ഓതി തീരുമ്പോഴെല്ലാം അല്ലാഹുമ്മ ഇന്നി സല്ലത്തു റൂഹാനിയത ഹാദിഹി സൂറ ഹർറഹാ വതാബിഅഹാ അലാ ഫുലാനിൽ ളാലിമി വൽ അദുവ്. ആ ഫുലാൻ എന്ന ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് അവരുടെ പേരൊക്കെ ചേർത്തി കൊടുക്കാം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ നിന്ന്, ചതികളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് നമുക്ക് വലിയ മോചനം ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ഒരു എണ്ണമാണ് യഥാർത്ഥത്തിൽ 11. ഒരുപാട് എണ്ണങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരെണ്ണമാണ് 11. 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് ദുആ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടും. അള്ളാഹു നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ ഇതിന് താഴെ ഒരുപാട് ആളുകൾ അവരവരുടെ മനസ്സകങ്ങളിൽ നേറുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എഴുതി അറിയിക്കും. അതൊക്കെ നമ്മൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി മനസ്സുകൊണ്ട് ദുആ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ദുആ സ്വീകരിക്കപ്പെടാൻ കാരണമാകും. അഭാവത്തിലുള്ള ദുആ ആണല്ലോ, അതൊക്കെ അള്ളാഹു കബൂലാക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.